ഹായ് 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 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാക്ടേഴ്സ് എന്താണ് ഘടകങ്ങൾ എന്ന് പഠിച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്താണ് പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ എന്നുള്ളത് പരിചയപ്പെട്ടാലോ. സിമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കേ, 1 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്. ഒന്നിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഏതൊക്കെ സംഖ്യകളുടെ ഗുണനപ്പട്ടികയിലുണ്ട്? ഒന്നിന്റെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളൂ. ഒന്നിന് ഒരു ഫാക്ടറേ ഉള്ളൂ. രണ്ടിനോ? 2 ഒന്നിന്റെയും 2ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. 2ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2 ഘടകങ്ങളുണ്ട്. 3നും 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2 ഘടകങ്ങളുണ്ട്. 4ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഘടകങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. എന്താണ് അഭാജ്യ സംഖ്യകൾ, എന്താണ് പ്രൈം നമ്പർ എന്നറിയോ? വെറും 2 ഘടകങ്ങൾ മാത്രമുള്ള, 2 ഫാക്ടേഴ്സ് മാത്രമുള്ള സംഖ്യകളെ നമുക്ക് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിച്ചല്ലോ. ഇവിടെ നോക്കിക്കേ, ഒന്നൊരു പ്രൈം നമ്പർ ആണോ? അല്ല, ഒന്നിന് ഒരു ഫാക്ടറേ ഉള്ളൂ, അതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. നമുക്കറിയാം 2 ഫാക്ടേഴ്സ് മാത്രമുള്ള, 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ 2 ഒരു പ്രൈം നമ്പർ ആണോ? ആണ്. 2ന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. 3ന് 2 ഫാക്ടേഴ്സ്, അതുകൊണ്ട് 3ഉം ഒരു പ്രൈം നമ്പർ. 4 പ്രൈം നമ്പർ അല്ല, കാരണം 2ലധികം ഫാക്ടേഴ്സ് ഉണ്ട്. 2 ഫാക്ടേഴ്സ് മാത്രമുള്ളതിനാണ് നമ്മള് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ 4 ഒരു പ്രൈം നമ്പർ അല്ല. 5ന് 2 ഫാക്ടേഴ്സ് ഉള്ളൂ, അതുകൊണ്ട് അത് പ്രൈം നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 20 വരെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്, ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വളരെ പെട്ടെന്ന് അഭാജ്യ സംഖ്യകൾ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പഠിച്ചല്ലേ. മാഷി ഇനിയും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് ഘടകങ്ങൾ എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാം കേട്ടോ. അതുപോലെ ഇന്ന് നമുക്ക് മാത്സിന്റെ ലൈവ് ഉണ്ട്, എല്ലാവരും അതിലോട്ട് വരിക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ പാഠം മുഴുവൻ പഠിക്കാം. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.